ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നല്ല ചൂട് സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ ഒരു നല്ല സർബത്ത് ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതല്ലേ? എന്നാൽ ആദ്യം നമുക്കൊരു സർബത്ത് ഉണ്ടാക്കിയാലോ? ആദ്യം ഗ്ലാസ്സിലേക്ക് നറുനീണ്ടി സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്ത് കൂടെ തന്നെ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി സർബത്ത് റെഡി. വെള്ളം ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോഡ ചേർത്താലും മതി. അപ്പോഴും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂട് കാലത്ത് ദാഹം മാറാനും ശരീരം കൂളാക്കാനും ഇത് സൂപ്പറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സിറപ്പില്ലേ, അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. നറുനീണ്ടി സിറപ്പ് അഥവാ നന്നാരി സിറപ്പ് എന്നൊക്കെ ഇതിനെ പറയും. നറുനീണ്ടി എന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വേരാണ്. അപ്പോൾ ഈ സിറപ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഇന്ന് നമ്മൾ ഈ സിറപ്പ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം അച്ഛൻ സ്ഥിരമായിട്ട് കടയിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന നറുനീണ്ടി സിറപ്പിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിക്കോ, ഫ്ലോപ്പായി പോവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നറുനീണ്ടി സിറപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാനുണ്ട്. കുറച്ച് കറുവപ്പട്ട, ചുക്ക്, തക്കോലം, ഏലക്കായ, ഗ്രാമ്പു, ജാതിക്കായ, ജാതിപത്രി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നറുനീണ്ടി. ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നറുനീണ്ടി ഒരു 100 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നറുനീണ്ടി മാത്രം ഉപയോഗിച്ചും ഈ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. നമ്മളെപ്പോഴും ഈ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാറുണ്ട്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ദേ ഇതുപോലെ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ 5 കിലോ പഞ്ചസാര ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര നല്ലപോലെ ഒന്ന് ചൂടായിട്ട് മെൽട്ടായി വന്ന് തുടങ്ങണം. അതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചൂടായി തുടങ്ങുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ച് തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്ക് പഞ്ചസാര ഒരു ബ്രൗൺ കളറായിട്ട് മെൽട്ടായി തുടങ്ങും. ഈ സമയത്ത് കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പഞ്ചസാര ഇങ്ങനെ മെൽട്ടാകുന്ന സമയത്ത് പാകം തെറ്റിപ്പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന സിറപ്പിന് കയ്പ്പ് വരും. അതുകൊണ്ട് തന്നെ പഞ്ചസാര മുഴുവനായിട്ടും മെൽറ്റാക്കി കൊടുക്കണമെന്നില്ല. ഇതുപോലെ എല്ലാനും ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ കട്ട പിടിച്ച് വരുന്ന പരുവത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 5 കിലോ പഞ്ചസാരയ്ക്ക് 5 ലിറ്റർ വെള്ളമാണ്, അതാണ് കണക്ക്. അപ്പോൾ 5 ലിറ്റർ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാര കുറച്ചുകൂടെ കൂടുതൽ കട്ട പിടിച്ച് വരും. അത് സാരമില്ല, വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് കട്ട പിടിച്ച പഞ്ചസാര നല്ലപോലെ മെൽട്ടായി വന്നോളും. ദേ ഇപ്പോൾ പഞ്ചസാര കുറേയൊക്കെ മെൽട്ടായിട്ട് നല്ലപോലെ വെള്ളം ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച നറുനീണ്ടിയും ബാക്കിയുള്ള കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നറുനീണ്ടിയുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇതിലേക്ക് ഇറങ്ങി വരണം. അതുവരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തുകൊണ്ടിരിക്കണം. ഒരു 20 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്ക് ഇത് കുറച്ച് വറ്റി വരും. കുറച്ച് ലൂസായ പരുവം തന്നെയാണെങ്കിലും കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഒട്ടിപ്പ് പോലെ തോന്നണം. അതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് അധികം ചൂടാക്കേണ്ടതില്ല. ഇനി ചൂടാറുന്നത് വരെ ഈ ഉരുളിയിൽ തന്നെ നമ്മൾ വെക്കും. നല്ല പോലെ ചൂടാറി വന്ന ശേഷം ഒരു തുണി ഉപയോഗിച്ചോ അരിപ്പ ഉപയോഗിച്ചോ അരിച്ചെടുത്താൽ നമ്മുടെ നറുനീണ്ടി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ നറുനീണ്ടി കൂടാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൂട്ടെല്ലാം തന്നെ ശരീരത്തിന് നല്ലതാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന മറ്റു മധുര പാനീയങ്ങളെക്കാളും ഒരുപാട് നല്ലതാണ് ഈ നറുനീണ്ടി സിറപ്പ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിക്കോളൂ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അടുത്തതായിട്ട് ഇതുപോലൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്